കുറച്ചൊക്കെ ഹൈ മൊമെന്റ് ഉണ്ട്. എന്താ പറയാ, പക്ഷെ ഒരു ആവറേജ് ഫീൽ അല്ലേ? ആവറേജ് ഫീൽ, ഒരു തൃപ്തി കിട്ടാത്ത. അതുകൊണ്ടാണ് ഇമോഷണലി കണക്ട് ആവാത്തതുകൊണ്ടാണ് തൃപ്തി കിട്ടാത്തത്. നായകൻ അടിക്കുമ്പോൾ നമുക്ക് അവനെ ഇടി കിട്ടണം എന്നുള്ള നമുക്കൊരു കണക്ഷൻ വരുന്നില്ല. ഇപ്പൊ ആദ്യം നമുക്ക് തോന്നും സൗബിൻ സംഭവം പറയും തോന്നും, പിന്നെ നമുക്ക് തോന്നും എന്ത് സൗബിന് എന്താ പറ്റുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഷോക്കായി പോയില്ലേ? ഷോക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയോ അതിന് ഒന്നിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ മൂവീസ് ഭയങ്കര സ്പൂൺ ഫീഡിങ് ആയിരിക്കും. എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ പടങ്ങൾ എങ്ങനെയാണെന്ന് അറിയോ, ഒട്ടും സ്പൂൺ ഫീഡിങ് ഇല്ലാതെ വരും. അത് നമ്മൾ തന്നെ അങ്ങോട്ട് ഇമാജിൻ ചെയ്തോണം ഇങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയുള്ളത് ഉണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ കൂടി നടുക്കായി. സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്രതീക്ഷിച്ചു അല്ലേ? പക്ഷേ 5-8-2-1 എന്ന് പറയുമ്പോൾ എന്തോ വലിയതാന്ന് കേട്ടു. പക്ഷെ അവരുടെ ഐഡിയ ഒക്കെ കാണിച്ചാൽ കണ്ടില്ല അതിലേക്ക്. പക്ഷെ ഈവൻ ഇപ്പൊ ഞാൻ ലിയോ പൊക്കി പറയുന്നല്ലേ, ലിയോയുടെ ആ ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റ് സീൻസ് മൊത്തം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പുള്ളിയുടെ ഫാമിലി തൊട്ട് പുള്ളി ഇടിക്കും. അതെ. പക്ഷെ ആ മറ്റേ അമീർ ഖാന്റെ ഇതൊക്കെ ഭയങ്കര ഇതായി പോയില്ല, വെറുതെ ആയി പോയി. ഒരു ആവശ്യമില്ലാതെ കൊടുന്ന പോലെ. ഒന്നുകൂടി വൈഡനാക്കാൻ നോക്കിയാണ്. പക്ഷെ അത് അല്ല ആ ലാസ്റ്റത്തെ സീന് വെറുതെ അല്ലായിരുന്നു. ഒരു ഇവിടെ ഇതിനകത്ത് എനിക്കിപ്പോ ലോകേഷിന്റെ ഒരു സാധനം തോന്നുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ലോകേഷ് ഇതിനകത്ത് ഡ്രഗ് ഇത്രയും ഡീലിംഗ് നടത്തിയവന്മാർ ഡ്രഗ് നടത്തുന്നില്ല. ഇപ്പം അവന്റെ എല്ലാ പടത്തും പോലെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ എത്രയോ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ജോസഫ് എന്നുള്ള മലയാള സിനിമയിൽ ഉൾപ്പെടെ ഓർഗന്റെ ആ കടത്ത് ഉള്ളതാണ്. വേണ്ട, നമുക്ക് അങ്ങനെ പറയണ്ട. നിർത്തിയില്ലേ? പക്ഷെ ശരിയാവും, ചിലർക്ക് പറ്റുണ്ടാവും. നമ്മളെ വേറെ കാര്യമുണ്ട്. ഇനി കളക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഉപേന്ദ്ര എന്ന് പറഞ്ഞ ആക്ടർ ഉള്ളതുകൊണ്ടും കന്നഡയില് കന്നഡക്കാർക്ക് ഇത് മതി. ठीक है।